SSC CGL 2024 ടയർ 1 11/9/2024 നടന്ന ഷിഫ്റ്റ് 3 മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്താ ബോഡ് മാസാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം എന്താ ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. അപ്പോൾ ഇത്ര ഇതിനകത്തുള്ളതാണ് ആദ്യം ചെയ്യാൻ. ഇവിടെ ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യുമ്പോൾ 3 2 6 + 1 7/2 + 2/3 വരും. 7/2 + 2/3 വരും. ഇപ്പോൾ LCM എടുക്കുമ്പോൾ എത്രയാണ്? 2 താഴെ 2 ഭാഗത്തും എന്താ 4 വരും, അല്ല 6 വരും. LCM 6 വരും. മോഡൽ എന്താ വരുന്നത്? ഇത് 4 വരും. ഇതെന്താ 7 × 3 21 വരും. ഇത് മൊത്തം പോയിട്ട് എത്രയാണ് വരുന്നത്? 21 4 കൂടെ കൂട്ടി 25 വരും. 25/6 എന്നുള്ളതായിരിക്കും ആ ബാക്കിനകത്ത് മൊത്തം വരുന്നത്. 25/6. അപ്പം എന്താ നമുക്കതൊന്ന് എഴുതാം. ബാക്കിനകത്ത് എന്താ 25/6 എന്ന് വരും. പ്ലസ് 4/5 × 3/8 വരും. ഇപ്പുറത്തെന്താണ് × 4/5 വരും. ഇനി അടുത്ത എന്താ ഓഫില്ല, ഡിവിഷനാണ്, ഡിവിഷനും ഇല്ല. അപ്പോൾ എന്താ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. 25/6 × 4/5 ചെയ്യുമ്പോൾ എത്രയാണ്? 25 × 4 ചെയ്യുമ്പോൾ 100 വരും. 6 5 30 വരും. ഇത് മൊത്തം പോയിട്ട് എത്രയാണ് വരുന്നത്? 100/30 വരും. അതല്ലെങ്കിൽ 10/3. ഇനി 4 and 4/5 × 3/8 ചെയ്യുമ്പോൾ എത്രയാണ്? 4 5 20 24 24/5 × 3/8 എന്ന് വരും. ഡിനോമിനേറ്റർ 5 8 40. ന്യൂമറേറ്റർ 24 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 24 × 3 ചെയ്യുമ്പോൾ 72 വരും. അപ്പം ഇവിടെ എന്താ 72/40 വരും. 2 കൊണ്ട് വെട്ടി എത്ര? എന്താ 36/20 വരും. വേണം ഒന്നും കൂടെ 2 കൊണ്ട് വെട്ടാം. അപ്പോൾ എത്ര? അപ്പോൾ പോയിട്ട് 18/10 വരും. 18/10 വരും. ഇനി ജസ്റ്റ് LCM എടുത്തിട്ടാണ്. അപ്പോൾ 18/10 + 10/3 ചെയ്യുമ്പോൾ എത്രയായിരിക്കും? LCM എത്രയാണ്? 30 എടുത്താൽ മതി. അപ്പോൾ ഇവിടെ × 3 ചെയ്യണം, ഇവിടെ × 10 ചെയ്യണം. താഴെ എന്താ 2 സൈഡിലും 30 ആവും. ഇവിടെ 30 ആവും, ഇവിടെ 30 ആവും. 180 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 18 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 54 എന്ന് വരും. ഇനി 10 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ 100 വരും. അപ്പം 154/30 ഇത് ആൻസർ കിട്ടും. 2നെ ഞാൻ 2 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 154ൻ്റെ പകുതി എന്ന് പറയുന്നത് 77. 30ൻ്റെ പകുതി എത്രയാണ്? 15 വരുന്നത്. അപ്പോൾ 77/15 കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ചോദിച്ചിരിക്കുന്നത്? P sin - cos A = 1. അങ്ങനെയാണെങ്കിൽ P² - 1 + P² cos A = ഓപ്ഷനകത്ത് ഇതിനകത്ത് ഏതാണോ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ഈ ഇക്വേഷൻ P sin A - cos A = 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ എക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം എക്ക് ഞാനിവിടെ 90 ഡിഗ്രി കൊടുത്ത് നോക്കുക. അപ്പം P sin 90 എന്ന് പറയുന്നത് 1 വരും. 1 - cos 90 എന്ന് പറയുന്നത് 0 വരും. = 1 കിട്ടുന്നുണ്ടോ നമുക്ക് മനസ്സിലായി. എക്ക് ഇവിടെ 90 കൊടുത്താൽ എന്താണ് ഈ ഇക്വേഷൻ അതുപോലെ സാറ്റിസ്ഫൈ ആവുമെന്ന് മനസ്സിലായി. സോറി, ഇവിടെ എന്താണ് ഒരു പിയും കൂടെ വരും. 1 P എന്ന് വരും. പിക്ക് എന്താണ്? പിക്ക് നമ്മൾ 1 എന്ന് കൊടുക്കുക. അപ്പോൾ പിക്കും 1 എന്ന് കൊടുക്കുക, എക്കും എന്താണ് 90 ഡിഗ്രി എന്ന് കൊടുക്കുക. ഇനി ഒന്നും ചെയ്യാനില്ല, ഈ ഇക്വേഷനകത്തേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. P² എന്ന് പറഞ്ഞാൽ 1² - 1 + P² എന്ന് പറഞ്ഞാൽ 1 തന്നെ വരും. പ്ലസ് അല്ല × cos 90.
കോസ് 90 എന്താണ്? കോസ് 90 0 ആണ്. അപ്പം ഇത്ര എന്താണ്? 0 ആയി പോകും. 1² മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ മനുഷ്യൻ 720 രൂപ കൊടുത്ത് കുറച്ച് ആപ്പിൾ വാങ്ങി. പുള്ളി എന്താണ്? കടക്കാരനുമായിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ട് അയാൾക്ക് എന്താണ്? 2 രൂപ വെച്ച് ഒരു ആപ്പിളിന് കുറഞ്ഞ് കിട്ടി. ഇനി ആ കുറഞ്ഞ് കിട്ടിയ പൈസയ്ക്ക് പുള്ളി എന്താ ചെയ്തത്? പുള്ളി പിന്നെ ആപ്പിൾ വാങ്ങിച്ചു. അതുകൊണ്ട് എന്താണ്? ഹീ കുഡ് ബൈ 4 more apples ദാൻ ഹീ ഹാഡ് ബോട്ട് ഏർലിയർ എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ആ കുറഞ്ഞ് കിട്ടിയ പൈസ കൊണ്ട് ആപ്പിൾ വാങ്ങിച്ചപ്പോൾ അയാൾക്ക് നേരത്തെ വാങ്ങിയേക്കാൾ 4 ആപ്പിൾ കൂടുതൽ വാങ്ങി കിട്ടി. അങ്ങനെയാണ് ഹൗ മെനി ആപ്പിൾ ഡിഡ് ഹി ഒറിജിനലി ബോട്ട് എന്നായി വെച്ചേക്കുന്നത്. ഇവിടെ എന്താ? നമുക്ക് ഓരോ ഓപ്ഷൻ പ്ലഗ് ഇൻ ചെയ്ത് നോക്കുന്നതായിരിക്കും ബെസ്റ്റ് മെത്തേഡ് എന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം. കാരണം എക്സ് ആപ്പിൾ പി പ്രൈസ് വാങ്ങിച്ചപ്പോഴാണ് 720. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ 36 എടുക്കുക. 36 ആപ്പിൾ പി പ്രൈസ് വാങ്ങിച്ചപ്പോൾ 720 കൂട്ടിക്കോളാം. അപ്പം പി ഇസിക്കല്ലും എത്ര? 720/36 വരും. എത്രയാണ്? 20 എന്ന് വരും. ഒരു ആപ്പിളിൻ്റെ പ്രൈസ് 20 ഇനി അയാൾ ഇവിടെ ശരിക്കും ഒരു ആപ്പിളിന് 20 രൂപ വെച്ചാൽ ഇനി ഇയാൾ അത് ബാർഗെയിൻ ചെയ്ത് എത്രയാണ്? 2 രൂപ കുറച്ച് 18 രൂപയ്ക്ക് വാങ്ങുന്നു. 18 രൂപയ്ക്ക് വാങ്ങുമ്പം ബാക്കിയുള്ള 2 രൂപ എല്ലാം കൂടെ ചേർത്ത് അയാൾക്ക് 4 ആപ്പിൾ കൂടുതൽ വാങ്ങാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാപ്പിളിന് 2 രൂപ വെച്ച് ലാഭം കിട്ടും. മൊത്തം എത്രയാണ്? 36 ആപ്പിളുണ്ട്. 36 × 2 ചെയ്യുമ്പോൾ എത്രയാണ്? 72 രൂപയാണ് മൊത്തം ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ഇനി 72 രൂപയ്ക്ക് 18 രൂപയുടെ എത്ര ആപ്പിൾ വാങ്ങാൻ പറ്റും? 72/18 എത്രയാണ്? കറക്റ്റ് 4 കിട്ടും. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? നമൻ കുഡ് ബൈ 4 more apples ദാറ്റ് ഹീ കുഡ് ബോട്ട് ഏർലിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആൻസർ എത്രയാണ്? 36 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 36 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. അല്ലെങ്കിൽ ഇതിനകത്ത് ഓരോ ഓപ്ഷനും ഇട്ട് നോക്കേണ്ട വന്നേനെ. ഇനി ഇത് അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ എന്താണ്? കുറച്ച് പാടാണ് ചെയ്യാൻ. പാട് മീൻസ് കുറച്ച് സമയമെടുക്കും. കാരണം ഇത് നമ്മൾ ഒരു ഇക്വേഷൻ 1 ആയിട്ട് നെയിം ചെയ്യുന്നു. ഇനി ഒരു പുതിയ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കും. എങ്ങനെയാണ്? എക്സ് നമുക്ക് എത്ര? 4 ആപ്പിൾ കൂടുതൽ കിട്ടും. അപ്പോൾ x+4 എപ്പോഴാണ്? പി -2 ആവും. പ്രൈസ് 2 രൂപ കുറയുമ്പോൾ ഈക്വൽ ടു 720. ഇനി ഇക്വേഷൻ 1 ൽ പി ഇസിക്കൽ ടു എന്താണ്? 720/x ആണ്. ഇനി ഈ പിയുടെ വാല്യൂ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? x+4 × 720/x -2 എന്ന് പറയുന്നത് എന്താണ്? 720 വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതിനകത്ത് സോൾവ് ഫോർ എക്സ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? -b ± √b² - 4ac/2a എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കണം. ഒന്നുമില്ലെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്താണ്? സ്ക്വയറിങ് ദ റൂട്ട് എന്ന് പറയുന്ന രീതിയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് താമസം എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത് ഓപ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് നല്ലതാണ്. ഇനിയിപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ മീൻ പ്രപ്പോർഷൻ ഓഫ് 1.21 ആൻഡ് 0.9 വിത്ത് ദ മീൻ പ്രപ്പോർഷൻ ഓഫ് 0.16 ആൻഡ് 0.36 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മീൻ പ്രപ്പോർഷൻ ഡിവൈഡ് ബൈ ഇതിൻ്റെ മീൻ പ്രപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം മീൻ പ്രപ്പോർഷൻ്റെ ഇക്വേഷൻ എന്താ? ഇത് എയും ഇത് ബിയും ആണെങ്കിൽ √ab ചെയ്താൽ മതി. ഇവിടെ √1.21 × 0.09 ചെയ്യുമ്പോൾ എത്രയാണ്? അപ്പം 1.21 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എത്രയാണ്? അത് 1.1 ആവും. ഇൻറ്റു 0.09 റൂട്ട് എത്രയാണ്? 0.3 ആണ്. ഇത്രയും മുകളിൽ വരും. അങ്ങനെ 0.16 റൂട്ട് എന്ത് വരും? അത് 0.4 × 0.36 റൂട്ട് 0.6 വരും. ഇവിടെ 0.6 0.3 കൂടെ വെട്ടി പോകുമ്പോൾ എത്രയാണ്? 1 2 വരും. എന്താ? ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. 0.4 ×
2 ചെയ്യുമ്പോൾ എത്രയാണ്? അത് 0.8 വരും. അതായത് 1.1/0.8 വരും. രണ്ട് സൈഡിൽ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 11:8 വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. റാം ഒരു ഫാൻ പർച്ചേസ് ചെയ്തപ്പോൾ പുള്ളിക്ക് 8% ഡിസ്കൗണ്ട് കിട്ടി. He gets 8% discount. However, if he purchased 3 fan, he gets 6% ആദ്യത്തെ ഫാനിന് ഡിസ്കൗണ്ട് കിട്ടും, 10% രണ്ടാമത്തെ ഫാനിന് ഡിസ്കൗണ്ട് കിട്ടും, 12% മൂന്നാമത്തെ ഫാനിന് ഡിസ്കൗണ്ട് കിട്ടും. ദ പ്രൈസ് പെയ്ഡ് ബൈ ദ റാം ഫോർ 3 ഫാൻസ് എന്ന് പറയുന്നത് 6800 ആണെങ്കിൽ ദെൻ വാട്ട് വിൽ ബി ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഈച്ച് ഫാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കണം. 6%, 10%, 12%. അപ്പം സക്സസീവ് എടുക്കുമ്പോൾ എത്ര വരുന്നത്? 6, 10, 12. ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ 6ഉം 10ഉം 16, 16 മൈനസ് 6 ഇൻറ്റു 10/100. അപ്പം ഇത്രയും പോയിട്ട് എത്രയാണ്? 15.4 വരും. ഇനി ഇതിൻ്റെ കൂടെ എന്താണ്? 12% കൂട്ടണം. അപ്പോൾ 15ഉം 10ഉം എത്ര? 25. 25ഉം 2ഉം 27. 27.4 മൈനസ് എത്രയാണ്? 15.4 ഇൻറ്റു 12/100 വരും. അപ്പോൾ 154 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എത്രയാണ്? 18.48. 18.48 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ എത്രയാണ്? 18.48. അപ്പോൾ 27.4 എത്രയാണ്? 18.48 കുറയ്ക്കണം. അപ്പോൾ 27.4 18 കുറച്ച് എത്രയാണ്? 9.4 കിട്ടും. ഇനി 9.4 0.48 കൂടെ കുറയ്ക്കുമ്പോൾ എത്രയാണ്? 9 പോയിൻറ്റ് സംതിങ് കിട്ടുന്നത്. 9 നമുക്ക് എടുക്കാം തൽക്കാലം. 9% എഫക്റ്റീവ് ആയിട്ട് അയാൾക്ക് പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഇനി അയാൾ മൊത്തം 6800 രൂപയാണ് 3 ചെയറിനും കൂടെ വാങ്ങിച്ചത്. അപ്പോൾ 6800 രൂപ 3 ചെയറിനും കൂടെ എന്ന് പറയുമ്പോൾ ഒരു ചെയറിന് എത്ര? 6800 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 6000 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 2000 വരുന്നത്. 800 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ്? 266 വരുന്നത്. അപ്പോൾ 2266 66 പോയിൻറ്റ് സംതിങ് ആണ് ഒരു ചെയറിന് അയാൾക്ക് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് അയാൾക്ക് ഒരു ചെയറിന് 2266 പോയിൻറ്റ് എത്ര രൂപയാണ് കൊടുക്കേണ്ടത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആൾക്ക് മൊത്തം 9% കിട്ടിയിട്ടുണ്ട്. അപ്പം 91% വാല്യൂ ആണ് എന്ത്? 2266 എന്നുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 100% വാല്യൂ ആണ്. അപ്പം ഇനി എന്താ? ഇവിടെ 91 ഇൻറ്റു 25 ചെയ്യുമ്പോൾ എത്രയാണ്? അത് 2275 വരുന്നത്. 2275. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 91 വരുന്നത്. കാരണം എന്താ? ഇവിടെ 9 പോയിൻറ്റ് സംതിങ് ഉണ്ട്. അതുപോലെ 266 പോയിൻറ്റ് സംതിങ് ഉണ്ട് ഇവിടെ. നമ്മളിവിടെ എസ്റ്റിമേഷൻ എടുക്കുന്നത്. അപ്പം 22.5 91 ഇൻറ്റു 25 ചെയ്യുമ്പോഴാണ് 2275 വരുന്നത്. അപ്പം നമുക്ക് 25 വരുന്ന നോക്കാം. അപ്പം 100ൻ്റെ വാല്യൂ എത്രയാണ്? 2500 കറക്റ്റ് ആൻസർ. എസ്റ്റിമേഷനാണ്. ഇവിടെ ഓപ്ഷൻ ഫസ്റ്റ് 2550 കിടപ്പുണ്ട്. ബാക്കിയൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യം വരത്തില്ല. വ്യത്യാസമുണ്ടല്ലോ. എല്ലാവരെയും വ്യത്യാസം തന്നെയാണല്ലോ അല്ലേ? 50 വ്യത്യാസം തന്നെയാണല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ 8 പോയിൻറ്റ് സംതിങ് ആണ് ഇവിടെ വരുന്നത്. അതാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് 9 എടുത്തേക്കുന്നത്. അതുപോലെ 266 പോയിൻറ്റ് സംതിങ് ഉണ്ട്. അത് നമ്മൾ 266 എടുത്തു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 3 ടാങ്കുണ്ട്. 3 ടാങ്കല്ല, 3 പൈപ്പുണ്ട്. അതിനകത്ത് ആദ്യത്തെ 2 പൈപ്പ് ഒരേ സമയത്താണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ എന്താണ്? മൂന്നാമത്തെ ടാപ്പ് ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് ആ 2 പൈപ്പും ആ ടാങ്ക് ഫില്ല് ചെയ്യും. 2 പൈപ്പും കൂടെ ഒന്നിച്ച് ഫില്ല് ചെയ്യും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് പൈപ്പ് ക്യാൻ ഫിൽ ദ ടാങ്ക്
5 hours quicker than the first pipe, yet slower than the third pipe. What is the time in hours needed for the first pipe to fill tank എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളിവിടെ എടുക്കുമ്പോൾ പൈപ്പ് 1, പൈപ്പ് 2, പൈപ്പ് 3 ആയിട്ട് എടുക്കുമ്പോൾ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത് പൈപ്പ് സെക്കൻഡ് ക്യാൻ ഫിൽ ദ ടാങ്ക് 5 hours ക്വിക്കർ ദാൻ ദ ഫസ്റ്റ് പൈപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈപ്പ് എക്സ് നേരം കൊണ്ടാണെങ്കിൽ ഇവിടെ എന്താ -5 നേരം കൊണ്ടാണ് സെക്കൻഡ് പൈപ്പ് ഫില്ല് ചെയ്യുന്നത്, സമയം എടുക്കുന്നത്. ഇതിലെ തേർഡ് പൈപ്പുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? -5 നേരം കൊണ്ടാണ് സെക്കൻഡ് പൈപ്പ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ 4 hours സ്ലോവർ ദാൻ ദ തേർഡ് പൈപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ -5 4 hours സ്ലോവർ ദാൻ തേർഡ് പൈപ്പാണ്. അപ്പം ഇവിടെ 4 മണിക്കൂർ കൂടുതൽ എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ -5 -4 വരും. അപ്പം -9 വരും. ഇനി നമുക്ക് ആദ്യം തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. വൈൽ ദ ഫസ്റ്റ് 2 pipes are opened simultaneously, they can fill the tank in the same duration that the third pipe takes alone എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ 1/x, അതായത് 1 day work of x പ്ലസ് 1 day work of സെക്കൻഡ് പൈപ്പ് ഈക്വൽ ടു എന്താണ് 1 day work of തേർഡ് പൈപ്പ് എന്ന് എടുത്താൽ മതി. ഇവിടുത്തെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവണം. ഇതിനെന്താണ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. ഇവിടെ ആൻസർ 15 ആണെന്ന് അറിയാവുന്നതുകൊണ്ട് എന്താണ് അത് ചുമ്മാ ഇട്ട് നോക്കാം. 1/15 പ്ലസ് 1/15 - 5 എത്രയാണ്? 1/10 ഈക്വൽ ടു 1/15 - 9 എത്രയാണ്? 1/6 ആണോ നോക്കിയാൽ മതി. അപ്പം ഇത് LCM എടുക്കുമ്പോൾ എത്രയാണ്? 10ഉം 15ഉം 35 വരും. 35/35 150 ചെയ്യുമ്പോൾ എത്രയാണ്? 1/6 വരുമ്പോൾ നോക്കിയാൽ മതി. രണ്ട് സൈഡിൽ ഞാൻ 5 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 5 7 35 വരും. 150/5 ചെയ്യുമ്പോൾ എത്രയാണ്? 30 വരും. ഇവിടെ തെറ്റിപ്പോയല്ലോ. 15 10 എത്ര? 25 വരുന്നത്. ഇവിടെ എന്താ 25/150 വരും. ഓക്കെ, ഇപ്പം 5 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 1/6 വരും. അപ്പം ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ 15 ആണ്. ഇനി ഇത് ബാക്കി ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും കറക്റ്റായിട്ട് കിട്ടത്തില്ല. വേണമെങ്കിൽ എന്താണ് 1/18 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 1/18 വരും. ഇവിടെ 18 - 5 എത്രയാണ്? 30 ഇട്ട് കൊടുത്തോളാം. അപ്പം 1/6 തന്നെ വരുന്നുണ്ടോ നോക്കുക. 18ഉം 10ഉം 28ഉം 3 എത്രയാണ്? 31 അല്ലേ? അപ്പം 31/18 × 13 234 വരും. ഇവിടെ എന്താ 31 പ്രൈം നമ്പറാണ്. അപ്പോൾ ഇതിനെ വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ 18 വരത്തില്ല. ഇതുപോലെ എല്ലാം ട്രൈ നോക്കിയാൽ മതി. നമുക്ക് ചെയ്യാൻ എളുപ്പം എന്താണ് 15 ചെയ്യാൻ എളുപ്പമായിട്ട് ഓട്ടോമാറ്റിക് നമ്മൾ ആദ്യം 15 എടുക്കും. അപ്പം പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എക്സ് തന്നെ ഇട്ട് ചെയ്യാനാണെങ്കിൽ കുറച്ച് താമസം എടുക്കും. കാരണം എന്താ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒക്കെ പോകുന്നത്. ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? x × x - 5 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വരുന്നത് x + x - 5 ഡിവൈഡഡ് ബൈ x × x - 5 ഈക്വൽ ടു എന്താണ്? 1/x/9 വരും. ഇത് മൊത്തം മുകളിൽ പോയിട്ട് എന്താണ് 2x - 5 വരും. താഴെ x² - 5x എന്നും വരും. അപ്പം ഇവിടെ 2x - 5 × x - 9 ഈക്വൽ ടു എന്താണ്? x² - 5x എന്ന് പറഞ്ഞ ഇക്വേഷൻ വരും.
ഇവിടെ തന്നെ എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആയി നോക്കി. അപ്പം ഇനി എന്താ 2x² മൈനസ് 5x മൈനസ് 18x പ്ലസ് 45 ഈക്വൽ ടു എന്താണ് x² മൈനസ് 5x എന്ന് വരും. 5x എന്ന് വരും. സത്യം പറഞ്ഞാൽ അപ്പോൾ അത്രയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പ്രസ് സൈൻ 74 പ്ലസ് ടാൻ 74 ഇൻ ടേംസ് ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ 0 to 45 ആണ്. ഇവിടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ എന്താ എല്ലാ എന്താണ് 0 to 45 റേഞ്ചിൽ തന്നെയുള്ള. ഇവിടെ എന്താ സൈൻ 74 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് 90 മൈനസ് 74 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എത്ര? കോസ് 16 ആവും. പിന്നെ ഇവിടെ ടാൻ 74 എങ്ങനെ എഴുതാൻ പറ്റും? കോട്ട് 90 മൈനസ് 74 എന്ന് എഴുതാൻ പറ്റും. അതെന്താണ്? കോട്ട് 16 എന്ന് വരും. അപ്പോൾ ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3 കോസ് 16 പ്ലസ് കോട്ട് 16 ആണ് കറക്റ്റ് ആൻസർ. ഇനി എട്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ട്രയാങ്കിൾ ABC എന്താ മീഡിയൻ ഉണ്ട്. ഒന്ന് AD എന്ന് പറഞ്ഞൊരു മീഡിയനും രണ്ടാമത്തേത് PE എന്ന് പറഞ്ഞൊരു മീഡിയനും. AD PE ഇതെന്താണ്? ഇത് 90 ഡിഗ്രിയിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് AD 12 സെൻറ്റിമീറ്ററും BE 9 സെൻറ്റിമീറ്ററും. ഇത് 12ഉം ഈ BE എത്രയാണ്? ഈ AD 12 സെൻറ്റിമീറ്ററും BE 9 സെൻറ്റിമീറ്ററും. അങ്ങനെ ദെൻ ദ ലെങ്ത് ഓഫ് ABC = എത്രയെന്ന് ചോദിച്ചേക്കുന്നത്? ഈ ലെങ്ത്ത്. ഇവിടെ ഈ 90 ഡിഗ്രി വരുന്ന സ്ഥലം എത്രയാണ്? G ആണെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇത് G ആണെങ്കിൽ ഇവിടെ AG ഈസ് ടു BG എത്രയാണ്? അതെന്ന് പറയുന്നത് 2:1 ആണ്. അതായത് AD എന്ന് പറയുന്നത് 3 പാർട്ടാണെങ്കിൽ AD ഈ ഫുള്ള് ലെങ്ത്ത് 3 പാർട്ടാണെങ്കിൽ നമുക്ക് വേണ്ട എത്രയാണ്? ഈ AG എന്ന് പറയുന്നത് എത്രയാണ്? അത് 2 പാർട്ടായിരിക്കും. അപ്പം 3 പാർട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം. കാരണം ഫുൾ ലെങ്ത്ത് 12 സെൻറ്റിമീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പാർട്ടിൻ്റെ നീളം എത്രയാണ്? 8 ആയിരിക്കും. കാരണം എന്താ? 3 4 12 ആണ്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 2 യൂണിറ്റിൻ്റെ വാല്യൂ 8 ആണ്. ഇവിടെ AGയുടെ വാല്യൂ കിട്ടി 8 എന്ന്. ഇനി എന്താണ്? BE ഇതുപോലെ കണ്ടുപിടിക്കണം. BEയുടെ ഫുൾ ലെങ്ത്ത് എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ BG ഈസ് ടു G എത്രയായിരിക്കും? 2:1 ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് എഴുതുന്ന പോലെ എഴുതാം. അതായത് മൊത്തം BEയുടെ ലെങ്ത്ത് എത്രയാണ്? 3 ആണ്. 2 1 കൂടെ കൂട്ടിയാൽ 3 വരും. അപ്പം 3ൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 9. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? ഈ ഉള്ളത്തെ പാർട്ട് 2ൻ്റെ വാല്യൂ. അപ്പം 1ൻ്റെ വാല്യൂ എത്രയാണ്? 3. അപ്പം 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 2 6 വരും. അപ്പം നമുക്ക് BGയും കിട്ടി AGയും കിട്ടി. ഇനിയിപ്പോൾ ഈ ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 6ഉം 8ഉം പിന്നെ വരുന്ന ട്രിപ്ലെറ്റ് ഏതായിരിക്കും? ഇവിടെ 6ഉം 8ഉം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 3 4 5 എന്താണ്? ഒരു ട്രിപ്ലെറ്റാണ്. ഇവിടെ × 2 ചെയ്യുമ്പോഴാണ് 6 വരുന്നത്. ഇവിടെ × 2 ചെയ്യുമ്പോഴാണ് 6 വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഓൾറെഡി × 2 ചെയ്യണം. അപ്പോൾ 6 8 10 ഒരു ട്രിപ്ലെറ്റ്. ആൻസർ വന്നത് എത്രയാണ്? ഓപ്ഷൻ 3 10 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? A class of 30 students appeared in a test. The average score of total student is 62 and the rest എന്ന് പറയുന്നത് 74. വാട്ട് ഈസ് ദ ആവറേജ് സ്കോർ ഓഫ് ദ ഹോൾ ക്ലാസ് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ അലിഗേഷൻ വെച്ച് ചെയ്യാം. ഇവിടെ 12 സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് എത്രയാണ്? 62. ബാക്കി എത്രയാണ്? 30 സ്റ്റുഡൻസ് ഉള്ളതിൽ 12 സ്റ്റുഡൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ബാക്കി എത്രയാണ്? 18 അല്ലേ? അവരുടെ മാർക്ക് എത്രയാണ്? റെസ്റ്റ് 74. നമ്മളോട് ചോദിച്ചേക്കുന്നത് നടുക്ക് വരുന്ന മാർക്ക് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ? 2 സൈഡിലും 3 കൊണ്ട് വെട്ടുമ്പോൾ 3 4 12 3 5 6 18 വരും.
പിന്നെ എന്താണ് 2 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പം 2 2:3 ആണ് വരുന്നത്. ഇനി ഇവിടെ നടുക്കത്തെ ഈ വാല്യൂ കാണാൻ എന്ത് ചെയ്യേണ്ട, 62 × 2 പ്ലസ് 74 × 3, അതായത് ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇവിടെ ഇതിൻ്റെ നടുക്കത്തെ ഈ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, 62 × 2 പ്ലസ് 74 × 3 ഡിവൈഡഡ് ബൈ 3 2 5. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ ഇത് പ്ലസ് ഇതാണ് ഞാൻ ചെയ്തത്. ഇതെന്താ, ഇത് ചെയ്താൽ ആൻസർ കിട്ടും. 62 × 2 ചെയ്യുമ്പോൾ എത്ര, 124 വരും. 124 പ്ലസ് 74 × 3 ചെയ്യുമ്പോൾ എത്ര ചെയ്യുമ്പോൾ 222 എന്ന് വരും. 222 ഡിവൈഡ് ബൈ 5. 124 222 കൂടെ കൂട്ടിയാൽ എത്രയാണ്, 346 എന്ന് വരും. 346 ഡിവൈഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടും. ഇത് വെട്ടുമ്പോൾ എത്രയാണ്, 5 6 30 വരും. റിമൈൻഡർ എത്രയാണ്, 4. 46ലേക്ക് എത്താൻ എത്രയാണ്, 5 9 45 വരും. റിമൈൻഡർ എന്താ, 1 വരും. അപ്പോൾ 69 പോയിൻറ്റ് സംതിങ് വരുന്നത് മനസ്സിലായി. അപ്പം 69 പോയിൻറ്റ് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ മുമ്പോട്ട് ചെയ്ത് പോകേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, എ ബോട്ട് ക്യാൻ ഗോ 54 കിലോമീറ്റർ അപ്പ് സ്ട്രീം ഇൻ 6 hours ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുന്നത് 4.8 km/h. ദെൻ ഹൗ മച്ച് ടൈം വിൽ ദ ബോട്ട് ടേക്ക് ടു കവർ ദ ഡിസ്റ്റൻസ് ഓഫ് 279 കിലോമീറ്റർ ഡൗൺ സ്ട്രീം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രീമിൽ എന്താ 54 കിലോമീറ്റർ പോകാൻ 6 മണിക്കൂർ എടുക്കും. അപ്പോൾ 54 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ എത്രയാണ്, അതാണ് ബോട്ടിൻ്റെ അപ്സ്ട്രീം സ്പീഡ്. അപ്പോൾ എത്രയാണ്, 9 എന്ന് കിട്ടും. ഈ 9 km/h എന്ന് പറയുന്നത് എന്താണ്, ഇത് 2 സ്പീഡാണ്. ഒന്ന് 4.8 km/h സ്ട്രീമിൻ്റെ സ്പീഡ്, അത് ഓപ്പോസിറ്റ് വരിക ചെയ്യുന്നത്. പക്ഷേ ഇതെന്താ, ഇത് ഓപ്പോസിറ്റാണ്. അപ്പം ഈ 9 കിലോമീറ്ററിൻ്റെ കൂടെ 4.8 കൂടെ കൂട്ടുന്നതാണ് എന്താ നമുക്ക് കിട്ടുന്ന ബോട്ടിൻ്റെ ശരിക്കുള്ള സ്പീഡ്. അപ്പം ശരിക്കുള്ള ബോട്ടിൻ്റെ സ്പീഡ് എത്രയാണ്, 9 4 കൂടെ കൂട്ടിയാൽ എത്രയാണ്, 13.8 ശരിക്കും ബോട്ടിൻ്റെ സ്പീഡ്. അതിനകത്ത് ഈ 4.8 സ്ട്രീമിന് ഓപ്പോസിറ്റ് അപ്പ് സ്ട്രീം പോകുന്നതുകൊണ്ടാണ് 9 km/h വരുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നെന്താ, ദെൻ ഹൗ മച്ച് ടൈം വിൽ ദ ബോട്ട് ടേക്ക് ടു കവർ ദ ഡിസ്റ്റൻസ് ഓഫ് 279 ഡൗൺ സ്ട്രീം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബോട്ടിന് ഓൾറെഡി 13.8 സ്പീഡുണ്ട്. അപ്പോൾ ഡൗൺ സ്ട്രീം പോവുകയാണെങ്കിൽ എന്താണ്, ഈ 4.8 കൂടെ കൂടുക ചെയ്യുന്നത്. അപ്പോൾ 4.8 കൂടുമ്പോൾ എത്രയാണ്, 13.8 4.8 കൂടെ കൂട്ടിയാൽ 18.6 വരും. ഇതാണ് 18.6 km/h ഡൗൺ സ്ട്രീം പോകുന്നത്. ഇനിയൊന്നുമില്ല, ജസ്റ്റ് 279 ഡിവൈഡഡ് ബൈ 18.6 ചെയ്താൽ മതി. ഇവിടെ പോയിൻ്റ് കാണാൻ ഞാനെന്താ 2 മുകളിലും താഴെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ 186 ഇൻറ്റു 10 എത്രയാണ്, 1860 വരും. പിന്നെ 1860 പകുതി എടുത്ത് എത്രയാണ്, 930 വരും. അപ്പം മൊത്തം ഇപ്പം നമ്മൾ എത്ര ചെയ്തേക്കുന്നത്, ഇവിടെ ഇൻറ്റു 10 ഇവിടെ ഇൻറ്റു 5 ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷനാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ, ഇഫ് എക്സ് പ്ലസ് 1/9x വാല്യൂ ആണ് 3 എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് 9x² പ്ലസ് 1/9x² വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. കണ്ടുപിടിക്കേണ്ട കാര്യം നോക്കുമ്പോൾ എന്താ, 9x² പ്ലസ് 1/9x². ഇത് എന്തിൻ്റെ സ്ക്വയർഡ് വേർഷനാണ്, അതായത് 3x പ്ലസ് 1/3x സ്ക്വയർഡ് വേർഷനാണ് 9x² പ്ലസ് 1/9x² എന്ന് പറയുന്നത്. നമുക്കിവിടെ തന്നേക്കുന്നത് എന്താണ്, എക്സ് പ്ലസ് 1/9x തന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും നമുക്ക് 3x പ്ലസ് 1/3x ആക്കിയെടുക്കണം. അപ്പോൾ അതിനെ അങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ എക്സ് പ്ലസ് 1/9x ഞാൻ എന്താണ്, അത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുക, 3x പ്ലസ് 3/9x വരും. അപ്പം 3
9 കൂടെ വെട്ടിപ്പോയിട്ട് എത്ര 1/3 എന്ന് വരും. അപ്പം നമുക്ക് വേണ്ടത് 3x + 1/3x = ഇവിടെ 3 തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഈ 3 × 3 ഇവിടെയും ചെയ്യണം. അപ്പോൾ എത്ര മൊത്തം 9 ആയി. അപ്പം നമുക്ക് വേണ്ട സാധനം കിട്ടി. എന്താ 3x + 1/3x = 9 എന്ന് കിട്ടി. 3x + 1/3x = എന്താണ് 9 എന്ന് കിട്ടി. ഇനി എന്താണ് ഈ സംഭവത്തിൻ്റെ നേരെ സ്ക്വയറാണ് തന്നേക്കുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം മാച്ച് കളയുക. ഇനി എന്താ x + 1/xൻ്റെ വാല്യൂ എത്ര 9 തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ x² + 1/xൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പം ഇതെന്താ x + 1/x k ആണെങ്കിൽ x² + 1/x² വാല്യൂ എന്തായിരിക്കും? ഇവിടെ k² - 2 വരും. അപ്പം 9² - 2 എന്ന് വരും. 9² എത്രയാണ് 81. 81 - 2 ചെയ്യുമ്പോൾ എത്രയാണ് 79 ആൻസർ. ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് നമ്മളിതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് സ്റ്റാൻഡേർഡ് ഫോർമുല. അതായത് x + 1/xൻ്റെ വാല്യൂ k ആണെങ്കിൽ x² + 1/xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് k² - 2 ആണ്. സംഭവം സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ റീപ്ലേസ് സ്റ്റാർ ബൈ ദ സ്മോളസ്റ്റ് ഡിജിറ്റ് സോ ദാറ്റ് ദ 72 സ്റ്റാർ 356 സ്റ്റാർ ഈസ് ഡിവിസിബിൾ ബൈ 6 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതൊരു നമ്പറിന് ഡിവിസിബിൾ ബൈ 6 ആണെങ്കിൽ എന്താണ് അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 2ൻ്റെ ഒരു സംഖ്യ 2ൻ്റെ ഡിവിസിബിൾ ആണെങ്കിൽ എന്താണ് അത് ഈവൻ നമ്പറിൽ എൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായി ഇതൊന്നും വരത്തില്ലെന്ന്. ഇനി 3ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് അറിയാൻ എന്താ ചെയ്യണ്ടേ? നമ്പേഴ്സിൻ്റെ സമ്മെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എന്താണ് അല്ല ഡിജിറ്റ്സിൻ്റെ സമ്മെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എന്താണ് അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആവുന്നുണ്ടോ നോക്കിയാൽ മതി. തൽക്കാലം ഞാനവിടെ സ്റ്റാറിൻ്റെ അവിടെ 4 കൊടുത്തേക്കും. അപ്പോൾ 6 × 4 10, 5 × 3 8, 8 × 2 10, 30, 37 4 കൊടുക്കുമ്പോൾ വരുന്നത്. ഇതെന്താണ് ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. ഓട്ടോമാറ്റിക്കലി എന്താണ് 4 വരത്തില്ല. ആൻസർ എന്താണ് 2 കറക്റ്റ് ആൻസർ. ആ ഭാഗത്ത് 2 ഇട്ട് കൊടുത്തു നോക്കാം. അതായത് ഇവിടെ 4ൻ്റെ അവിടെ 2, ഇവിടെ 4ൻ്റെ അവിടെ 2, ഇവിടെ 3 2 5, 5 5 10, 6 2 8, 8 2 10, 20, 27, 27 2 29 തെറ്റാണല്ലോ. തെറ്റിപ്പോയി. കൂട്ടി നോക്കാം. 6 2 8, 8 2 10, 5 3 8, 8 2 10, 10 7, 10 7 അല്ല 10 10 7 കൂട്ടി 27 വരും. 27 എന്താണ് 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ എന്താണ് 3 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ 3 കൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആയ സ്ഥിതിക്ക് ആൻസർ എന്താണ് വരുന്നത് ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ഈ പുള്ളിക്കാരത്തി സ്കൂട്ടർ വിറ്റു. സെല്ലിംഗ് പ്രൈസ് എത്ര 31,902 രൂപ. ഗെയിൻ 1/6 ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. അതായത് ഇതിൻ്റെ 1/6 ആണ് ലാഭമായിട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 31,902 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എത്രയാണ് 6 5 30, 6 5 30, റിമൈൻഡർ എത്രയാണ് 1, 6 3s 18, പിന്നെ റിമൈൻഡർ 1, 6 3 9, റിമൈൻഡർ പിന്നെ 9, 6 3 വരത്തില്ലല്ലോ. 6 1 6, റിമൈൻഡർ 4, 7 42 പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആയി പോകും. അപ്പം 5317 രൂപയാണ് എന്ത് ലാഭമായിട്ട് കിട്ടുന്നത്. അപ്പം 31,902 രൂപയ്ക്ക് സാധനം വിറ്റപ്പം
5317 രൂപയാണ് ലാഭം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 3902 ഈ 5317 രൂപ കുറച്ചാൽ എന്താണ് നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടുകയല്ല. അത് ചെയ്യുമ്പോൾ എത്ര? അത് ചെയ്യുമ്പം 31,000 പോയാൽ 26,000 രൂപ വരും. പിന്നെ എത്രയാണ്? 585 ബാക്കിയുള്ളൂ. ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? എത്രയാണോ ലാഭം കിട്ടിയത് അത് 5,317 ഡിവൈഡഡ് ബൈ 26 585 ഇൻറ്റു 100 ചെയ്താൽ മതി. 5,317 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? 26 585 കറക്റ്റ് വരും. ഇവിടെ 1/5 വരും. 1/5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20% ആൻസർ. ഇപ്പോൾ ഇവിടെ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2022 എമ്മും പിയും ഫാം പ്രൊഡ്യൂസ് ചെയ്ത ഡസൻസ് ഓഫ് ബനാനാസിൻ്റെ റെസ്പെക്റ്റീവ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചത്. 2022 എന്ന് പറയുമ്പോൾ ഇത്, പിന്നെ M/N, അപ്പം 17,652 14,800 റേഷ്യോ ചോദിച്ചേക്കുന്നത്. സോറി, ഇവിടെ 14,800 അല്ല വരുന്നത്, പി ആണെന്നോട് ചോദിച്ചേക്കുന്നത്. 16,404 വരുന്നത്. P/16,404. ഞാനിവിടെ രണ്ട് സൈഡിലും 3 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 17,652 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 5,884 എന്ന് വരും. 16,404 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 3, 5, റിമൈൻഡർ 1, അപ്പം 4, പിന്നെ റിമൈൻഡർ എത്രയാണ്? 2, അപ്പം 6, 8. ഇനി ഇതിനെ ഞാൻ എന്താ 4 കൊണ്ട് വെട്ടുമ്പം 14,71 എന്താണ് 13,67 എന്ന് വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ എന്താ 50, 150, 175 ക്യൂബോയിൻ്റെ ഡയമെൻഷൻ തന്നേക്കുന്നത്. അതുകൊണ്ട് ഹൗ മെനി ഐഡൻറ്റിക്കൽ ലാർജ് ക്യൂബ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഈ ക്യൂബിൻ്റെ വോളിയം എത്രയാണ്? 50 ഇൻറ്റു 150 ഇൻറ്റു 175 ഈക്വൽ ടു എത്ര ക്യൂബ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ N ഇൻറ്റു എന്താ ഐഡൻറ്റിക്കൽ ലാർജസ്റ്റ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ലാർജസ്റ്റ് ക്യൂബ് എന്തായിരിക്കും? ഇതിൻ്റെ HCF ആയിരിക്കും. ഇതിങ്ങനെ വിചാരിച്ചാൽ മതി. അതായത് ഇത് 3 അളവ് തന്നിട്ടുണ്ട്. ഈ 3 അളവിൻ്റെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന സൈഡിൻ്റെ നമുക്ക് വേണ്ട ക്യൂബിൻ്റെ ഏറ്റവും വലിയ സൈഡ്. ഇതിൻ്റെ 3ൻ്റെ HCF കാണുമ്പോൾ തന്നെ എന്താ അറിയാൻ പറ്റുന്നത്? 25 നമുക്കറിയാൻ പറ്റും. 25 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ക്യൂബിൻ്റെ വോളിയം എത്രയായിരിക്കും? 25 ഇൻറ്റു 25 ഇൻറ്റു 25. ഇനി ഇതിനകത്ത് സോൾവ് ഫോർ N ചെയ്താൽ മതി. ഞാൻ മാച്ച് കളയുക. ഇതാണ് എന്നെ സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ്? 25 50 കൂടെ വെട്ടിപ്പോയി 2 വന്നു. ഇൻറ്റു 25 150 കൂടെ വെട്ടിപ്പോയി എത്രയാണ്? 6 വന്നു. 25 175 കൂടെ വെട്ടിപ്പോയി എത്രയാണ്? 7 വന്നു. 6, 36, 6, 42 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്രയാണ്? 84 എന്ന് വരും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ 2 സർക്കിളുണ്ട്. ഒന്ന് വലുതും മറ്റേതെന്താണ് ചെറുതും. വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് എത്രയാണ്? 7 മറ്റേത് 3 അപ്പോൾ ഇത് സെൻറ്റർ വിത്ത് പി, ഇവിടെ സെൻറ്റർ വിത്ത് ക്യൂ. ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് എത്രയാണ്? 7 ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് 3.
റേഡിയസ് എത്രയാണ്? 7. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് എന്താണ് ഒരു കോമൺ ഡയറക്റ്റ് ടാൻജൻറ്റ് വരയ്ക്കുക. അത് എയിലേക്ക് എക്സ്റ്റെൻഡും ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പോയിൻ്റ് എ. അപ്പോൾ ഇത്ര തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ദെൻ എ ഡിവൈഡ്സ് പി ക്യു ഇൻ എന്താ എക്സ്റ്റേണലി ഇൻറ്റേർണലി ആണോ എക്സ്റ്റേണലി ആണോ ഏത് റേഷ്യോയിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ എ എന്ന് പറയുന്ന പോയിൻ്റ് പി ക്യുവിന് പുറത്താണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് 2 ഇൻറ്റേർണലി വെട്ടിക്കളയാം, ബാക്കി എക്സ്റ്റേണലേ ഉള്ളൂ. ഇനി ഈ 2 ഓപ്ഷനിൽ നിന്നും ശരി ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന പോയിൻ്റ് പി ക്യുവിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തതെന്ന് ചോദിച്ചത്. സത്യത്തിൽ എന്താ ചോദിച്ചേക്കുന്നത്? പി എ ഈസ് ടു ക്യു എ ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ പി എ എന്ന് എടുക്കുമ്പോൾ എന്താ ഇത്രയും ദൂരം ഉണ്ടത്, ക്യു എ എടുക്കുമ്പോൾ എന്താ കുറവ് ദൂരമേ ഉള്ളൂ. അപ്പം പി എ എന്താണ്? പി എ ഗ്രേറ്റർ ദാൻ ക്യു എ ആയിരിക്കും. ക്യു എ ആയിരിക്കുന്നല്ല, ക്യു എ ആണ്. അപ്പം പി എയുടെ വാല്യൂ ആയിരിക്കും ഗ്രേറ്റർ. ഇവിടെ എന്താണ് 3:7 വരത്തില്ല. കാരണം എന്താണ് 7നേക്കാളും ചെറുതാണ് 3. ആൻസർ വരുന്ന ഓപ്ഷൻ സെക്കൻഡാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ എന്താ? ഗിവൻ ടേബിൾ ഹിയർ റെപ്രസെൻറ്റ് ദ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ട്രാവൽഡ് ബൈ 2 athletes എക്സ് ആൻഡ് വൈ ഇൻ ദ സെയിം ഡയറക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. വൈസ് ആവറേജ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ ഡ്യൂറിങ് ദ ഫസ്റ്റ് 5 hours എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വൈയുടെ ഇത്രയും ആവറേജ് സ്പീഡിന് എന്താണ് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടെ അത്ലറ്റ് വൈ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 30, 45, 40, 30, 20. അതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ എത്ര? 4, 3, 7, 7, 2, 9, 9, 30 എത്രയാണ്? 120. 120 45 കൂടെ കൂട്ടി എത്രയാണ്? 165 പുള്ളി മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. എത്ര മണിക്കൂർ കൊണ്ടാണ് ട്രാവൽ ചെയ്തത്? 5 മണിക്കൂർ കൊണ്ടാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ 165/5 ചെയ്യുമ്പോൾ എത്ര? 165 കിലോമീറ്ററാണ് അയാൾ മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. എത്രയില്ല? 5 മണിക്കൂർ കൊണ്ടാണ് പുള്ളി ട്രാവൽ ചെയ്തത്. അപ്പോൾ 165/5 ചെയ്യുമ്പോൾ എത്ര? 5 3s are 15 വരും. 1 റിമൈൻഡർ. 5 3s are 15. 33 കിലോമീറ്റർ പെർ അവറാണ് അത്ലറ്റ് വൈഡ് ആവറേജ് സ്പീഡ്. അപ്പം 18ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഈ പുള്ളി 1,41,545 രൂപ കടം വാങ്ങി 11 പെർ ഇയർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റിൽ. പിന്നെ രണ്ടാമത്തെ ഇയറിൽ ഇയാളെന്താ 25,490 രൂപ തിരിച്ചടച്ചു. ഇനി ആ 25,490 രൂപ അയാളെന്താണ് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്കാണ് തിരിച്ചടച്ചത്. If Sohan cleared all pending dues at the end of the second year, including interest payment that occurred during the first year, how much does he paid at the end of the second year എന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ എന്തായത് കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അതായത് 1,41,545 ഇയാൾ മൊത്തം കടം വാങ്ങിയത്. അത് ഫസ്റ്റ് ഇയറിൽ വരുമ്പം എന്താണ് ഇതിൻ്റെ 11% പലിശ കൂട്ടണം. പ്ലസ് പിന്നെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പം എന്താണ് 25,490 രൂപ അയാൾ അടച്ചു തീർത്തു. അത് പ്രിൻസിപ്പളിലേക്ക് അടച്ചു തീർത്തത്. അപ്പം ഇതിനകത്തുനിന്ന് 1,41,545 25,490 കുറച്ച് കഴിയുമ്പോൾ എത്ര? 1,16,055 വരും. ഇനി 1,16,055 11% അയാൾക്ക് സെക്കൻഡ് ഇയറിൽ പലിശയായിട്ട് വരുന്നത്. അപ്പം സം എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,41,545 11% ഇൻട്രസ്റ്റ് പ്ലസ് 1,16,000 പ്ലസ് ആ 1,16,055 11%. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 1,41,545 എത്രയാണ്? 11% എടുക്കണം. ഇവിടെ 1,41,545 ഇൻറ്റു 11 ചെയ്യുമ്പോൾ എത്രയാണ്? അത് തന്നെയാണ് വരുന്നത് 5, 4,
5 1 4 1. ഇതാണ് ഒന്നും കൂടെ വരും. 5 4 5 1 4 1. സം ചെയ്യുമ്പം 5 9 14 9 6 4 1 5 4 1 5 1. ഇവിടെ ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണ്? 15 56 15 569 വരുന്നത്. 15 569.95 വരും. കാരണം ഡിവൈഡ് ബൈ 100 വരുമ്പോൾ 2 പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റി കുത്തി കൊള്ളുക. അപ്പം ഇത് പ്ലസ് 1,41,545 25,490 രൂപ അടച്ചു തീർത്തു. അപ്പോൾ ബാക്കി എത്രയാണ്? 1,16,055 പ്ലസ് ഇനി 1,16,055 11% എടുത്ത് കൂട്ടണം. കൂട്ടാനായിട്ട് എന്താ വരുന്നത്? 1,16,055 ഇൻറ്റു 11 ചെയ്യുമ്പോൾ എത്രയാണ്? 5 5 0 6 1 1 5 5 0 6 1 1. 5 10 6 6 7 2 1 വരും. അപ്പം ഇവിടെ എന്താ വരുന്നത്? 1 2 7 6 6.05 വരും. കാരണം ഡിവൈഡ് ബൈ 100 ഉണ്ടല്ലോ ഇവിടെ. 11% എടുക്കുമ്പോൾ എത്രയായി? 116.055 ഇൻറ്റു 11/100 അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ആൻസറായി. അപ്പോൾ ഇവിടെ 1,16,055 ഈ 15,569 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 1,31,624 വരും. അതിൻ്റെ കൂടെ എന്താണ് ഈ 12,766 12,766 കൂടെ കൂട്ടുമ്പോൾ 1,44,390 വരും. ഇതാണ് ആൻസർ. ഓപ്ഷൻ 3 394. ഈ പോയിൻറ്റിന് അപ്പുറത്തുള്ള സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ എന്താണ് റൗണ്ട് ചെയ്യുമ്പോൾ 391 വരും. അപ്പോൾ 1,44,390 കറക്റ്റ് ആൻസർ വരുന്നത്. കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പുള്ളിക്കാരത്തി 2/3 ഓഫ് ദ ഇൻകം സ്പെൻഡ് ചെയ്തു. അപ്പം ഇൻകം എത്രയാണ്? ഇൻകം 3 ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തി സ്പെൻഡ് ചെയ്യുന്നത് എത്ര? 2 സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഹർ ഇൻകം ഇൻക്രീസ്ഡ് ബൈ 18% ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 24%. ദെൻ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഹർ സേവിങ്സ് വിൽ ബി എന്ന് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഇൻകം, ഇത് എക്സ്പെൻഡിച്ചർ, എന്താണ് സേവിങ്സ്. ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് എന്താ 300 200 100 എടുക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻകം 18% കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 300 ഇൻറ്റു 18/100 ചെയ്യുമ്പോൾ 18/100 ചെയ്യുമ്പോൾ എത്രയാണ്? 18 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 54 വരെയാണ്. ഇവിടെ 54 കൂടുന്നത്. അപ്പം 354 ആവും 18% കൂടി കഴിയുമ്പോൾ. ഇനി 200 കേസ് വരുമ്പോൾ എത്രയാണ്? എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 24% എന്ന് പറഞ്ഞിരിക്കുന്നത്. 200 ഇൻറ്റു 24/100 24 ഇരട്ടി എടുക്കുമ്പോൾ എത്രയാണ്? 48 ഇവിടെ കൂടുന്നത്. അപ്പോൾ 248 ആവും. അപ്പം 354 ഇൻകം ഉണ്ട്, 248 എക്സ്പെൻഡിച്ചറും ഉണ്ടെങ്കിൽ സേവിങ്സ് എത്രയാണ്? 354 248 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്? 106 വരും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഹർ സേവിങ്സ് വിൽ ബി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 100 സേവിങ്സ് ഉണ്ടായിരുന്നു, 106 ആയി. അപ്പം എത്രയാണ് കൂടി? 6 കൂടി. എത്രയില്ല? 100 ഇൻറ്റു 100. ആൻസർ എത്രയാണ്? ഓപ്ഷൻ 2 6 ആണ് കറക്റ്റ് ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ട്രയാങ്കിൾ LMN LMNൽ എൽ എത്രയാണ്? 118 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്.
പിന്നെ LM ഈക്വൽ ടു LN എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ആംഗിൾ N എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം 180 മൈനസ് 118 ചെയ്താൽ എന്താണ്? ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സമ്മ് കിട്ടും. അത് എത്രയാണ്? 62 അല്ലേ? 62. ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 62 ആണെങ്കിൽ ആംഗിൾ N കിട്ടാൻ എന്ത് ചെയ്യേണ്ട? 62 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. എത്രയാണ്? 31 കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഇതെന്താണ്? സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ ഇഫ് A is equal to 1 എന്നാണ്. അപ്പം A ഇട്ടേക്കുന്ന സ്ഥലത്തെല്ലാം 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പം 3/A എന്ന് പറയുമ്പോൾ 3/1. അപ്പം 3 തന്നെ വരും. 3 + 3 × 9/1 -9 + 9. ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി. 3 + 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 അല്ല 6 വരും. ഇൻറ്റു LCM എടുക്കുമ്പോൾ എത്രയാണ്? 9 - 9/1 വരും. അപ്പം 0 വരും. ഇത്രയും സംഭവം പോയിട്ട് എന്താണ്? 0 ആവും. 0 + 9 എന്ന് പറയുന്നത് 9 തന്നെയാവും. 6 × 9 ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ ചോദിച്ചെങ്ങനെയുണ്ടാ? ഇഫ് ദ ടോട്ടൽ എക്സ്പോർട്സ് ഓഫ് ഓൾ കമ്പനീസ് ടുഗദർ ഇൻ 2013 ഈസ് 300 lakhs, ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഓൾ കമ്പനീസ് ടുഗദർ ഇൻ ദ ഇയർ എന്ന് പറയുന്നത് ഇൻ ദ ഇയർ 2013 എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്സ് എടുത്താൽ മതി. എന്താ എക്സ്പോർട്സ് എല്ലാം കൂടെ ചേർത്ത് എത്രയാണ്? 3000 lakh വന്നിട്ടുണ്ട്. അപ്പോൾ 3000 മൈനസ് ഈ 2013 ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ മതി. അപ്പം 60, 30, 90, 180, 180, 70 എത്രയാണ്? 250, 250, 10, 260, 265 വരും. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? 35 എന്ന് വരും. അപ്പം 35 ലാക്കാണ് പ്രോഫിറ്റ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ സലോനീസ് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 75,000. ഹൗ മച്ച് മണി ഡസ് ഹി സ്പെൻഡ് ഓൺ റെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷനാണ് ചോദിച്ചേക്കുന്നത്. അതായത് 100% വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 75,000. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 750. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് റെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷനാണ്. റെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ 30, 20, 50, 55% വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് 55 × 750 ചെയ്യുമ്പോൾ എത്രയാണ്? 41, 25 വരും. പിന്നെ ഒരു 10 ഈ ഒരു 0 കൂടി ഇട്ട് കൊടുത്തത്. അപ്പം 41,250 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കൺസിഡർ എ ട്രയാങ്കിൾ PQR റൈറ്റ് ആംഗിൾ അറ്റ് R എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ R ഇവിടെ വരും. PQR PQ എത്ര? 29 യൂണിറ്റ്. QR എത്രയാണ്? 21 യൂണിറ്റ്. PQR തീറ്റ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos square തീറ്റ മൈനസ് sin square തീറ്റ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 21 29 കൂടെ കണ്ടപ്പോൾ എന്താണ്? 20, 21, 29 ആണ് ട്രിപ്പിൾ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഈ സൈഡ് എന്താണ്? 20 വരും. ഈ cos square തീറ്റ മൈനസ് sin square തീറ്റ കാണുമ്പോൾ എനിക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത് cos 2 തീറ്റയുടെ ഫോർമുല. cos 2 തീറ്റ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? ഒന്ന് cos square തീറ്റ മൈനസ് sin square തീറ്റ, ഒന്ന് അല്ലെങ്കിൽ എന്താ 2 cos square തീറ്റ മൈനസ് 1, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് 1 മൈനസ് 2 sin square തീറ്റ. ഇങ്ങനെ 3 രീതിയിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ cos square തീറ്റ മൈനസ് sin square തീറ്റയുടെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് പകരം എന്താ cos 2 തീറ്റ കണ്ടാൽ മതിയാവും. അപ്പോൾ ഇവിടെ cos 2 തീറ്റ കിട്ടാൻ 2 cos square തീറ്റ മൈനസ് 1 ചെയ്താൽ മതി. അപ്പോൾ ഈ ആംഗിളിൽ കോസ് എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അതായത് 2 × അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ
21/29 ദ ഹോൾ സ്ക്വയർ -1 ചെയ്താൽ മതി. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 21ൻ്റെ സ്ക്വയർ 441/29ൻ്റെ സ്ക്വയർ എത്രയാണ്? 841 × 2 - 1. 441ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ എത്രയായി? 882 വരും. അപ്പം 882/841 - 1 വരും. LCM എടുക്കുമ്പോൾ എത്രയാണ്? 852 851 കുറച്ചാൽ എത്രയാണ്? 41/841 വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ cos സ്ക്വയർ തീറ്റ - sin സ്ക്വയർ തീറ്റ cos സ്ക്വയർ തീറ്റയുടെ ഈ ട്രയാങ്കിളിൽ നിന്ന് cos സ്ക്വയർ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക, sin സ്ക്വയർ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക, മൈനസ് ചെയ്താലും മതി. അതെങ്ങനെ? 21 സ്ക്വയർ ബൈ 29 സ്ക്വയർ മൈനസ് 20 സ്ക്വയർ മൈനസ് 29 സ്ക്വയർ. അത് ചെയ്താലും എന്താ? 41/841 കിട്ടത്തുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ട്രയാങ്കിൾ ABC ഉണ്ട്. എന്താ? ഹാഫ് ഇൻറ്റു ഈ ഹാഫ് എന്നാണ്. ഈ ഹാഫ് എക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഹാഫ് ഇൻറ്റു A + B + C ചെയ്യുമ്പോൾ 120 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1/4 ഓഫ് A എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ? ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഇനി ഇതിൻ്റെ കൂടെ ഹാഫ് ഓഫ് ആംഗിൾ A എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അത് 120 നോക്കിയപ്പോൾ എത്രയാണ് കുറഞ്ഞ? അവിടെ 60 കുറഞ്ഞു. അപ്പോൾ ഹാഫ് ഓഫ് ആംഗിൾ A എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. അപ്പം ആംഗിൾ A തന്നെ എത്രയുണ്ട്? 120 ഡിഗ്രി ഉണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? 1/4 ഓഫ് ആംഗിൾ A. അപ്പം 120ൻ്റെ 1/4 എടുക്കുമ്പോൾ എത്രയാണ്? 30 കിട്ടും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.